മുടിയിഴകൾ മനോഹരമായി പിന്നിയിട്ട് കൈകൾ കൂട്ടിക്കെട്ടി ശാന്തമായി ഉറങ്ങുന്ന പെൺകുട്ടി. ഏതു നിമിഷവും അവൾ ഉറക്കമുണർന്ന് തൻ്റെ കഥ പറയുമെന്ന് തോന്നാം. പക്ഷെ അവളുടെ ഉറക്കം തുടങ്ങിയിട്ട് 500 വർഷം പിന്നിട്ടിരുന്നു. 1995 മഞ്ഞുമൂടിയ ആൻഡീസ് പർവ്വതത്തിൽ 6000 മീറ്ററിലധികം ഉയരത്തിൽ നിന്ന് നരവംശാസ്ത്രജ്ഞനായ ജൊഹാൻ റെയിൻഹാർഡ് അവളെ കണ്ടെത്തിയത്. 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ പെൺകുട്ടിയെ ജുവാനിറ്റ എന്നും ഇൻക ഐസ് മേഡൻ എന്നുമാണ് അദ്ദേഹം വിളിച്ചത്. നൂറ്റാണ്ടുകളായി തുടരുന്ന അവളുടെ ഉറക്കത്തിന് മൺമറഞ്ഞു പോയ വലിയൊരു സാമ്രാജ്യത്തിന്റെയും അവിടെ നടന്ന പല ആചാരങ്ങളുടെയും കഥ പറയാനുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഇൻക സാമ്രാജ്യത്തിന്റെ കഥ. മനുഷ്യൻ നടന്നെത്തിയ ദൂരം എത്രയായിരുന്നുവെന്ന് പറയാൻ പ്രകൃതി കാത്തു സൂക്ഷിച്ച പെൺകുട്ടി. ക്യൂരിയസ് കേസ് ഓഫ് ജുവാനിറ്റ അഥവാ സൂര്യന്റെ കന്യക. ശാസ്ത്രം ഓരോ ദിവസവും വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്ന ഈ കാലത്തും ജുവാനിറ്റ പറയുന്ന കഥ പ്രസക്തമാണ്. ഒരു വഴിക്ക് AI വരെ എത്തി നിൽക്കുന്ന സാങ്കേതിക മുന്നേറ്റം, മറ്റൊരു വഴിക്ക് അതേ സാങ്കേതിക വിദ്യകൾ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ജുവാനിറ്റയേക്കാൾ പിന്നിലുള്ള മനുഷ്യരുടെ കൂട്ടം. അങ്ങനെ ഒരു പ്രത്യേക കാലത്താണ് നാം ജീവിക്കുന്നത്. ഇങ്ങ് കേരളത്തിൽ പോലും നരബലിയും സമാധിയിലുമടക്കം ആളുകൾ വിശ്വസിക്കുന്നു. ഇതിനെല്ലാം മൂകസാക്ഷിയായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്തിന്റെ പേരിൽ നരബലിക്കിരയായ ജുവാനിറ്റ കണ്ണുകളടച്ച് ഇരിക്കുന്നു. ജുവാനിറ്റയുടെ കഥ. ഇന്നത്തെ പെറു, ചിലി, ബൊളീവിയ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിൽ പരന്നുകിടക്കുന്ന സാമ്രാജ്യമായിരുന്നു ആൻഡീസ് മലനിരകൾ ആസ്ഥാനമാക്കിയുള്ള ഇൻക വംശം. 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പെറുവിലെ മലനിരകളിൽ നിന്ന് ഇൻക സംസ്കാരം ഉദിച്ചുയർന്നു. പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇൻകകൾക്കിടയിൽ നിലനിന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാപ്പക്കോച്ച. രാജവംശത്തിന്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടാനുമൊക്കെയായി കുട്ടികളെ കുരുതി കൊടുക്കുന്ന ആചാരമാണ് കാപ്പക്കോച്ച. നരവംശാസ്ത്ര പഠനങ്ങൾ അനുസരിച്ച് 1440-നും 1450-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ 13-നും 15-നും ഇടയിൽ പ്രായമുള്ളപ്പോഴാണ് ജുവാനിറ്റയെ ബലി നൽകിയത്. അവൾക്ക് 5 അടിയോളം ഉയരവും 35 കിലോ ഭാരവും ഉണ്ടായിരുന്നു. മഞ്ഞൂർ എന്ന ആൻഡീസിൽ പര്യവേഷണത്തിനിടെയാണ് ഡോക്ടർ റെയിൻഹാർഡും പെറൂവിയൻ പർവ്വതാരോഹകനായ മിഗ്വൽ സരാട്ടയും ജുവാനിറ്റയെ കണ്ടെത്തുന്നത്. മഞ്ഞിനടിയിൽ ജുവാനിറ്റയെ പ്രകൃതി വരും തലമുറയ്ക്കായി നിധി പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. 500 വർഷം പഴക്കമുള്ള മൃതദേഹത്തിന് വലിയ കേടുപാടുകളില്ല. മുഖവും കൈകളും നഖങ്ങളും ആഴ്ചകൾ മാത്രം പഴക്കമുള്ളതുപോലെ തോന്നും. ആചാരപരമായ വസ്ത്രവും ശിരോവസ്ത്രവും ധരിച്ചായിരുന്നു ജുവാനിറ്റയെ കണ്ടെത്തിയത്. സെറാമിക് പാത്രങ്ങളും പ്രതിമകളും അവൾക്ക് ചുറ്റും നിരത്തി വെച്ചിരുന്നു. ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ CT സ്കാനിൽ ജുവാനിറ്റയുടെ മരണകാരണം തലയുടെ പിൻഭാഗത്തേറ്റ ഗുരുതരമായ പരിക്കാണെന്ന് കണ്ടെത്തി. മനുഷ്യചരിത്രത്തിലെ പഴക്കം ചെന്ന നരബലികളിൽ ഒന്ന്. എന്തെങ്കിലും ലഹരി മരുന്ന് നൽകി മുട്ടുകുത്തി നിർത്തിയ ശേഷം ദൈവങ്ങൾക്കായി ആ 15-കാരിയെ തലക്കടിച്ച് കൊന്നതായിരിക്കാം എന്നാണ് അനുമാനം. ജുവാനിറ്റയെ കണ്ടെത്തുമ്പോൾ ശരീരം മുഴുവൻ കയർ കൊണ്ട് കൂട്ടിക്കെട്ടി മുഖം മറച്ച നിലയിലായിരുന്നു. കുട്ടികളെ ബലിയർപ്പിക്കുന്നതിലൂടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ബഹുമാനവും കൊല്ലപ്പെടുന്നവർക്ക് അനിർവചനീയമായ മരണാനന്തര ജീവിതവും ലഭിക്കുമെന്നാണ് ഇൻകകൾ വിശ്വസിച്ചിരുന്നത്. നരബലിക്ക് ഇരയാകുന്ന കുട്ടി ദൈവമായി മാറുകയും ദൈവത്തിനു മുന്നിൽ ജനങ്ങളുടെ മധ്യസ്ഥരായി തലമുറകളോളം ആരാധിക്കപ്പെടുകയും ചെയ്യുമത്രേ. ഇൻക സാമ്രാജ്യത്തിലെ ഊർജ്ജസ്വലരായ കുട്ടികളെയാണ് ബലി നൽകാനായി തിരഞ്ഞെടുക്കുക. തുടർന്ന് ഇവരെ വളർത്താനായി വിശ്വസ്തരായ ആളുകളെ രാജാവ് ഏൽപ്പിക്കും. ഏറ്റവും മികച്ച ഭക്ഷണവും ഇവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് രാജാവ് ഉറപ്പുവരുത്തും. കുട്ടികൾ ദൈവത്തിനടുത്തെത്തുമ്പോൾ സന്തോഷവാനായി പോകണം എന്നാണത്രേ ഇതിനു പിന്നിലെ യുക്തി. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇപ്രകാരം ഇൻകകൾ കുരുതി കൊടുത്തിരുന്നു. കാപ്പക്കോച്ച നടത്തുന്ന ദിവസം കുട്ടികളെ രാജകീയമായ രീതിയിൽ വേഷങ്ങളും ആഭരണങ്ങളും ധരിപ്പിച്ച് നഗരം ചുറ്റിച്ച് ആൻഡീസ് നിരകളിലുള്ള വലിയ ഉയരമുള്ള ഗിരിശൃംഗങ്ങളിലേക്ക് കൊണ്ടുപോകും. കൊലയ്ക്ക് ശേഷം മൃതശരീരം ആചാരപ്രകാരം മമ്മിയാക്കി സ്വർണം, വെള്ളി തുടങ്ങിയ അമൂല്യ വസ്തുക്കളോടൊപ്പം അടക്കും. ഇത്തരത്തിൽ കാപ്പക്കോച്ചയ്ക്ക് വിധേയരായ കുട്ടികളുടെ മമ്മി പലയിടങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ജുവാനിറ്റയുടെ മുഖം ഗവേഷകർ വർഷങ്ങൾക്ക് മുന്നേ പുനർനിർമ്മിച്ചിരുന്നു.
സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ച പ്രതിമയിൽ അവളുടെ കവിൾത്തടങ്ങളും കറുത്ത കണ്ണുകളും ടാൻ ചെയ്ത ചർമ്മവും ജീവനുള്ള കാലത്ത് അവൾ എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അവൾ ജീവിച്ചിരുന്നപ്പോൾ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ലെന്നായിരുന്നു കരുതിയിരുന്നത്. ജുവാനിറ്റയെ കണ്ടെത്തിയ റെയിൻഹാർഡിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ശരീര സ്കാനുകൾ, DNA പഠനങ്ങൾ, വംശീയ സവിശേഷതകൾ, പ്രായം, നിറം എന്നിവ മുഖനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു. ഹിബ്രുവിലും സ്പാനിഷിലും ജുവാനിറ്റ എന്ന പേരിന് ദൈവത്തിൽ നിന്നുള്ള സമ്മാനം എന്നും അർത്ഥമുണ്ട്. സ്വന്തം മനുഷ്യരാൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ദൈവത്തോട് തന്റെ ജനങ്ങൾക്കായി മധ്യസ്ഥം പറഞ്ഞോ എന്നറിയില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം: നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ആദ്യത്തെ ഇരയായിരുന്നില്ല ആ പെൺകുട്ടി. അവളിലൂടെ തുടർന്ന് ആചാരം പോലെ ഇന്നും അത് തുടരുന്നു.